അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് ബോൾട്ടുകൾ അൺഫിനിഷ്ഡ് ബോൾട്ടുകളും ഹൈ സ്ട്രെങ്ത് ബോൾട്ടുകളാണ് ഉള്ളത്. ദെൻ ഗ്രേഡ്സ് ഓഫ് ബോൾട്ട്സ് എന്ന് പറയുന്നത് നോർമലി ഗ്രേഡുകൾ കാണപ്പെടുന്ന ടേബിളിൽ കാണപ്പെടുന്ന പോലെ തന്നെ 4.6, 5.6, 6.5, 6.8, 8.8 തുടങ്ങിയ ഗ്രേഡുകളാണ് പറയാറുള്ളത്. ബോൾട്ട് ഓഫ് ഗ്രേഡ് 6.8 അങ്ങനെയാണ് പറയാറ്. ഇതിൽ എന്താണ് ഈ 4.6, 6.5 തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോർമലി ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന രണ്ട് ബോൾട്ട് ഗ്രേഡുകൾ 4.6 ആൻഡ് 6.8 ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ 4.6 കൊണ്ട് നമ്മൾ മീനിങ് ചെയ്യുന്നത്? ഓക്കെ, നമുക്കറിയാം ഒരു മെറ്റീരിയലിന് ഈൽഡ് സ്ട്രെങ്ത് ഉണ്ട്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ വേരിയേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ പറഞ്ഞു ഈൽഡ് സ്ട്രെങ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീലിന് കുറച്ചുകൂടി റിസർവ്ഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഈൽഡ് പോയിന്റ് കഴിഞ്ഞാൽ അത് വീണ്ടും ലോഡ് എടുക്കുന്നുണ്ട്. അങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കുന്ന ലോഡ്, അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഈൽഡ് സ്ട്രെങ്ത്തുമാണ് ഇതിന്റെ ഡിസൈൻ ക്രൈറ്റീരിയകൾ. ഈ 4.6 4 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് 4 into 100 ആണ് അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. 4.6 അത് ഫസ്റ്റ് ഡിജിറ്റ് ഇൻറ്റു 100 ആണ് ആ ഒരു ബോൾട്ടിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെ. ഇപ്പോൾ 4.6 ആണെങ്കിൽ അതിൻ്റെത് 400, 5.6 ആകുമ്പോൾ 500, 6.5 ആകുമ്പോൾ 600, 6.8 ആകുമ്പോഴും 600, 8.8 ആകുമ്പോൾ 800. ഇതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് FUB എന്ന് നൊട്ടേറ്റ് ചെയ്യാൻ കാരണം FU എന്ന് പറഞ്ഞാൽ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. ഇവിടെ ബോൾട്ട് എന്ന് സ്പെസിഫൈ ചെയ്തേക്കണം, അതാണ് FUB. ഇത് IS കോഡിലെ നൊട്ടേഷൻ ആണ്. ബോൾട്ട് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് FUB എന്ന് നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ FYB yield strength of bolt, FYB. ഓക്കെ, കാരണം നമുക്ക് ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ബോൾട്ട് മാത്രമല്ല അതിന്റെ സ്റ്റീൽ പ്ലേറ്റുകൾ ഉണ്ടാവും അല്ലെ. സ്റ്റീൽ പ്ലേറ്റിന് വരുന്ന ഈൽഡ് സ്ട്രെങ്ത്തും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും വ്യത്യാസമായിരിക്കും, ബോൾട്ടിൻ്റെത് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്കത് നൊട്ടേഷൻ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് FUB ആൻഡ് FYB എന്ന് കൊടുത്തിട്ടുള്ളത്. ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. ഓക്കെ, ഇനി എന്താണ് 4.6 ഈ 6? അതിനർത്ഥം 4.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 times the ultimate strength ആണ് ഇതിന്റെ ഈൽഡ് സ്ട്രെങ്ത് എന്നർത്ഥം. 0.6 times the ultimate strength ആണ് ഇതിന്റെ ഈൽഡ് സ്ട്രെങ്ത്. ഓക്കെ, ഇതാണ് ഇതിനർത്ഥം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ 6.5 ബോൾട്ടിന്റെ ഗ്രേഡിന്റെ ഒരു അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 into 100, 600 Newton per mm². ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.5 into 600, 0.5 into 600, that will be equal to 300 Newton per mm². ഇതാണ് ഇതിന്റെ ഗ്രേഡ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 6.8 ആകുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എത്രയായിരിക്കും? 6 into 100 അല്ലെ, 600 Newton per mm² വരും. അതിന്റെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 600 into 0.8, 6 48, 480 Newton per mm². ഇതാണ് ഓരോ ഗ്രേഡും നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജനറലി ഉള്ള ഗ്രേഡുകളാണ് ഇവിടെ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. 4.6, 5.6, 6.5, 6.8, 8.8. ഇനി നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോൾട്സിന്റെ 5 mm to 36 mm വരെ ഡയമീറ്റർ ഉള്ള ബോൾട്ടുകൾ അവൈലബിൾ ആണ്. അത് യൂഷ്വലി നൊട്ടേറ്റ് ചെയ്യുക M5 അല്ലെങ്കിൽ M36 തുടങ്ങിയ വാല്യൂകളാണ്. ആ M എന്ന് നൊട്ടേറ്റ് ചെയ്തിട്ടാണ് ബോൾട്ടുകൾ ജനറലി നൊട്ടേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ഒരു ബോൾട്ടഡ് കണക്ഷനിൽ വരുന്ന ബേസിക് ടേമുകളാണ് പരിചയപ്പെടുന്നത്. നമുക്ക് അതിന് മുന്നേ ഒരു ഡയഗ്രാം കാണാം. ഇവിടെ ഈ ചിത്രത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ചോദിക്കണേ. ഓക്കെ, ഇതൊരു പിക്ചർ ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ? ഈ ഡോട്ടഡ് ലൈനിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് വേറൊരു മെമ്പറും ഡോട്ടഡ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു മെമ്പറും, രണ്ട് സ്റ്റീൽ പ്ലേറ്റുകളാണെന്ന് വിചാരിച്ചോളൂ. രണ്ട് സ്റ്റീൽ മെമ്പേഴ്സ്, അതിന്റെ മുകളിൽ ഒരു കവർ പ്ലേറ്റ് വെച്ചിട്ടാണെന്ന് വിചാരിച്ചു. അതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് നമ്മൾ അതിനെ ജോയിൻ ചെയ്യിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ ഗ്രീൻ ഡോട്ടുകൾ കാണുന്നതെല്ലാം ബോൾട്ടുകളാണ്. ഇത് ബോൾട്ടുകളുടെ അറേഞ്ച്മെന്റ് ആണ്, സീരീസ് ഓഫ് ബോൾട്ട്സ് അല്ലെ. ഒരു സൈഡിൽ 2 കോളം ഉണ്ട്, 4 റോസ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോ ടേമുകളും ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്താം, എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ആദ്യം പിച്ച് എന്ന് പറയുന്നത് അഡ്ജസന്റ് ബോൾട്ടുകളിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി പിച്ച്.
അഡ്ജസന്റ് ബോൾട്ടുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. ഇവിടെ ഒരു കാര്യം കൂടി സ്പെസിഫൈ ചെയ്യണം. along the direction of the force, along the direction of the force in the member. ആ മെമ്പറിലുള്ള ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ രണ്ട് അഡ്ജസന്റ് ആയി നിൽക്കുന്ന ബോൾട്ടുകളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി പിച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിച്ച് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിച്ച് നമുക്ക് ത്രൂ ഔട്ട് ഡിസൈനിലും സ്ട്രെങ്ത് കാൽക്കുലേഷനിലും പിച്ചിന്റെ ടേംസ് വരും. ഓക്കെ, ദെൻ അതിന്റെ അതേ ഒരു ഇത് തന്നെയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ് ഗേജ്. ഗേജ് അല്ലെങ്കിൽ ഗേജ് ലെങ്ത് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അഡ്ജസന്റ് ബോൾട്ടുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് തന്നെയാണ്, പക്ഷേ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഈ പി എന്ന് പറയുന്ന ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ രണ്ട് ബോൾട്ടുകൾ അഡ്ജസന്റ് ആയി നിൽക്കുന്ന രണ്ട് ബോൾട്ടുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എൻഡ് ഡിസ്റ്റൻസും എഡ്ജ് ഡിസ്റ്റൻസും ഇതും ഇതുപോലെ തന്നെയാണ്. എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ബോൾട്ട്, ആ ബോൾട്ടിലെ റോ അല്ലെങ്കിൽ ഒരെങ്കിലും ഒരു ബോൾട്ട് ആണെങ്കിൽ ആ ബോൾട്ടും സെന്ററിൽ തൊട്ട് ആ എഡ്ജ് പ്ലേറ്റ്, ആ എഡ്ജിൽ വരെ, ആ പ്ലേറ്റിന്റെ എഡ്ജിൽ വരെയുള്ള ഡിസ്റ്റൻസ് ഇതാ. ഇതിപ്പോ ഞാൻ പറഞ്ഞു ഈ ഡോട്ടഡ് ലൈൻ തൊട്ട് ഈ ഡോട്ടഡ് ലൈന് അല്ലേ, ഈ ഡോട്ടഡ് ലൈനിന്റെ റൈറ്റിലോട്ട് ഇത്രയും ഒരു മെമ്പറാണ്. മെമ്പറിന്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ പോകുന്നുണ്ട്. ലെഫ്റ്റിലോട്ടും ഈ ഒരു മെമ്പറാണ് അല്ലേ, ഇങ്ങനെ, അതുപോലെ ഇങ്ങനെ. ഈ രണ്ട് മെമ്പറിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ്, ഈ ഞാൻ കാണിക്കുന്ന ഈ ഡയഗ്രത്തിൽ കാണിക്കുന്ന അതേപോലുള്ള ഒരു പ്ലേറ്റ് വെച്ച് അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബോൾട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു പ്ലേറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് പറഞ്ഞത്, ഈ പ്ലേറ്റിന്റെ എഡ്ജിലോട്ടുള്ളത്. ഈ ഒരു എൻഡിലുള്ള അല്ലെങ്കിൽ ഈ സൈഡിലാണെങ്കിലും മതി, ഏതെങ്കിലും ഒരു സൈഡിൽ എൻഡിലുള്ള ബോൾട്ടിന്റെ സെന്ററിൽ നിന്നും ആ പ്ലേറ്റിന്റെ എഡ്ജിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എൻഡ് ഡിസ്റ്റൻസ്. അത് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആണെങ്കിലാണ് എൻഡ് ഡിസ്റ്റൻസ്. ഇനി എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതെന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണെങ്കിൽ അത് എഡ്ജ് ഡിസ്റ്റൻസ്. കൺഫ്യൂസ്ഡ് ആവരുത്, എൻഡ് ഡിസ്റ്റൻസ് ആൻഡ് എഡ്ജ് ഡിസ്റ്റൻസ്. എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ടേംസും ഒന്ന് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട്. പിച്ച് ഇസ് ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ adjacent two bolts measured along the direction of the load. Which is the center to center distance between adjacent two bolts measured along the direction of load. Gauge അല്ലെങ്കിൽ gauge distance എന്ന് പറയുന്നത് center to center distance between two adjacent bolts measured perpendicular to the direction of load. Center to center distance between two adjacent bolts measured perpendicular to the direction of load. ഇനി എൻഡ് ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദ ബോൾസ് ആൻഡ് എഡ്ജ് മെഷേർഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ലോഡ്. അലോങ് ദ ഡയറക്ഷൻ ഓഫ് ലോഡിൽ നമ്മൾ സെന്റർ ഓഫ് ദ ബോൾട്ടും എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൻഡ് ഡിസ്റ്റൻസ്. ഇനി എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദ ബോൾട്ട് ആൻഡ് ദ എഡ്ജ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ലോഡ്. ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ വരുന്ന എഡ്ജ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് നോട്ടേറ്റ് ചെയ്യുന്നത്. മറ്റേത് എൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ നോമിനൽ ഡയമീറ്റർ ആണ് ഗ്രോസ് ഡയമീറ്റർ. ഒന്നുമില്ല, നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ബോൾട്ടിന്റെ നമ്മൾ പറഞ്ഞ ഷാങ്കും ഹെഡും അല്ലെ, ഷാങ്ക് പോർഷന്റെ ഡയമീറ്റർ ആണ് നോമിനൽ ഡയമീറ്റർ എന്നുകൊണ്ട് നോട്ടേറ്റ് ചെയ്യുന്നത്. നോമിനൽ ഡയമീറ്റർ. ഗ്രോസ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ബോൾട്ട് പ്ലേസ് ചെയ്യുന്ന ഹോളിന്റെ ഡയമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു അതിനെന്ത്, റിബറ്റിന്റെ കേസിലാവുമ്പോൾ കുറച്ചധികം 1.5 to 2 mm അധികം നമ്മൾ ഡയമീറ്റർ കൂട്ടിയിട്ടാണ് വെക്കുക. ബോൾട്ടിന്റെ കേസിലും ഒരല്പം ഡയമീറ്റർ കൂട്ടിയിട്ട് തന്നെയാണ് വെക്കുക. അതിനൊരു ക്ലോസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അതായത് ഐസ് കോഡ് പറയുന്നുണ്ട് ഇത്ര mm മുതൽ എത്ര mm വരെ ബോൾട്ടുകൾക്ക് 1 mm കൂട്ടിയാൽ മതി. അത് 16 mm to 25 mm 2 mm ഇൻക്രീസ് ചെയ്യണം. അവിടുന്ന് 32 mm to 36 ഐ തിങ്ക് അതാണെങ്കിൽ 3 mm ഇൻക്രീസ് ചെയ്യണം എന്ന് സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ അത് നമുക്ക് ലേറ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗ്രോസ് ഡയമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രോസ് ഡയമീറ്റർ എന്ന് പറയുന്നത് ബോൾട്ടിന്റെ സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴെല്ലാം
ജോയിന്റിന്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രോസ് ഡയമീറ്റർ എന്ന് പറയുന്നത് ആ ഹോളിന്റെ ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയഗ്രാം അണ്ടർസ്റ്റുഡ് ആയി. പിച്ച് എന്താണ്, ഗേജ് എന്താണ്, എൻഡ് ഡിസ്റ്റൻസ് ആൻഡ് എഡ്ജ് ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് IS 800 പറയുന്ന കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും കോഡിൽ നോക്കാണ്ട് തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നതാണ്, പ്രത്യേകിച്ച് പിച്ചിന്റെ കേസ്. ഓക്കെ, മിനിമം പിച്ച് ആൻഡ് ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് IS കോഡ് പറയുന്നത് 2.5 ടൈംസ് ദ ഡയമീറ്റർ, നോമിനൽ ഡയമീറ്റർ. അതായത് ഷാങ്കിന്റെ ഡയമീറ്ററിന്റെ 2.5 ടൈംസ് എങ്കിലും വേണം എന്ത്, മിനിമം പിച്ച് ഡിസ്റ്റൻസ് അത്രയെങ്കിലും വേണമെന്നാണ് IS കോഡ് പറയുന്നത്. ഇനി മാക്സിമം പിച്ചിന്റെ കേസ്, maximum pitch will be equal to 12T or 200 mm for compression members. എന്താണ് ടി? ഈ ടി എന്ന് ഉദ്ദേശിക്കുന്നത് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ആണ്. നമ്മൾ ഏത് പ്ലേറ്റുകളാണോ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്, ഇവിടെ പ്ലേറ്റുകളൊക്കെ ഒന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട രീതി, ജസ്റ്റ് നമ്മുടെ നാട്ടിൽ കാണുന്ന സ്റ്റീലിന്റെ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതി ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി കേട്ടോ. സ്റ്റീൽ പ്ലേറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ 12T or 200 mm, 12 into thickness അല്ലെങ്കിൽ 200 mm, ഇതിൽ ഏതാണോ കുറവ് ആ വാല്യൂ ആയിരിക്കും മാക്സിമം പിച്ചിന് നമ്മൾ കൊടുക്കുക. അത്രയാണ് മാക്സിമം പിച്ച് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ടെൻഷൻ മെമ്പേഴ്സിന്റെ കേസിൽ അത് 16T or 200 mm വരെ ആവാം. 16T or 200 mm. ഓക്കെ, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. എനിവേ നെക്സ്റ്റ് സ്ലൈഡിലോട്ട്. ഇനി ഒരു ബോൾട്ടഡ് കണക്ഷൻസ് ആയാലും റിവറ്റ് കണക്ഷൻസ് ആയാലും കണക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്ത് അതിനകത്ത് റിവറ്റിന് അല്ലെങ്കിൽ ബോൾട്ട്, നമുക്ക് ബോൾട്ടിന്റെ കേസുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്, അതുകൊണ്ടാണ് ബോൾട്ട് എന്ന് എഴുതിയിട്ടുള്ളത്. ബോൾട്ടഡ് കണക്ഷൻസിൽ വരുന്ന സ്ട്രെസ്സസുകൾ, ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മേജർ ആയിട്ട് ബിയറിംഗ് സ്ട്രെസ് ആൻഡ് ഷിയറിംഗ് സ്ട്രെസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്താണ് ബിയറിംഗ് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ, നമ്മളെ ബോൾട്ട് ഇപ്പോ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ടൈറ്റ് ചെയ്ത് വെക്കാണ് അല്ലെ. ഈ ബോൾട്ടിന്റെ ഷാങ്കിന്റെ പെരിമീറ്റർ, ചുറ്റുപാടും ഈ ഒരു പ്ലേറ്റില് നമ്മൾ ഉണ്ടാക്കിയ ഹോളിലെ ആ ഒരു ചുറ്റുപാടുമായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കണം അല്ലെ. അവിടെ ഒരു ബിയറിംഗ് വരും, അതായത് അത് തമ്മിൽ ഗ്രിപ്പായി നിൽക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണോ, കണക്ഷൻ ലൂസായി പോകൂലേ. കണക്ഷൻ നമ്മൾ എക്സാക്ട് ഹോൾ ഉണ്ടാക്കി അതിനകത്ത് ഇത് ടൈറ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ കണക്ഷൻ ലൂസ് ആയിരിക്കും. ആ ഒരു അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ രണ്ട് സർഫസുകൾ തമ്മിൽ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ബോൾട്ട് ഈ ഹോളിൽ നിന്ന് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് സ്ട്രെസ്സസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ഹോൾ ആൻഡ് ദ ബോൾട്ട്. ഈ ബോൾട്ടിന്റെ ഷാങ്കിന്റെ ഔട്ടർ സർഫസും നമ്മുടെ ഹോളിന്റെ ഇന്നർ സർഫസും തമ്മിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകളാണ് ആക്ച്വലി ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഫോർമുലയിലോട്ട് പോവാം. എന്താണ് ബിയറിംഗ് സ്ട്രെസ്? ബിയറിംഗ് സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ബിയറിംഗ് ഏരിയ. ബിയറിംഗിന് കാരണമാകുന്ന ബിയറിംഗ് ഫോഴ്സ് ബൈ ബിയറിംഗ് ഏരിയ. ഇവിടെ എന്താണ് ബിയറിംഗ് ഏരിയ? ഈ ഒരു ബിയറിംഗ് ഏരിയയുടെ കൺസെപ്റ്റ് ഞാൻ പറയാം, എന്താണ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ചോദിക്കണേ. ഓക്കെ, നമ്മുടെ ബോൾട്ടിന്റെ ഹോൾ, നമ്മളൊരു പ്ലേറ്റ്, ഒരു 10 mm തിക്കുള്ള ഒരു പ്ലേറ്റിന് ഒരു ഹോൾ ഇട്ടു. ആ ഹോളിലാണല്ലോ ബോട്ടിൽ ഇറങ്ങി നിൽക്കാനുള്ളത്. അപ്പോ നമുക്ക് ഒരു 2 mm തിക്നെസ് ഉള്ള ഒരു ബോൾട്ടാണ് അതിലോട്ട് ഇറക്കി വെക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഹോൾ എത്ര ഉണ്ടാക്കണം? സേ ഒരു 3 mm ഹോൾ ഉണ്ടാക്കണം. ഈ 3 mm ഹോളാണ് അവിടെ ഉണ്ടാക്കി വെച്ചത്. ഈ 3 mm ഹോളിനെ നമ്മൾ ക്രോസിൽ കട്ട് ചെയ്ത് നിവർത്തി വെച്ചാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ആ 3 mm ഹോളിന്റെ ഇൻസൈഡ് ഏരിയ എത്രയായിരിക്കും? ആ 3 mm ഡയമീറ്റർ ഉള്ള എത്ര കനം ഉണ്ടാവും? 10 mm തിക്നെസ് പ്ലേറ്റ് ആണ് അല്ലെ. 10 mm തിക്നെസ് പ്ലേറ്റിന് 3 mm ഡയമീറ്റർ ഉള്ള ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഇൻസൈഡ് സർഫസ് ഏരിയ എത്രയായിരിക്കും? അതാണ് ബിയറിംഗ് ഏരിയ. അപ്പൊ എത്രയായിരിക്കും അതിന്റെ വാല്യൂ? എനിവൺ പറയുന്ന മനസ്സിലാവുണ്ടോ? നമ്മളിപ്പോ ഈ പിക്ചറിൽ കാണുകയാണെങ്കിൽ ഇപ്പോ ഈ പിക്ചറിൽ കാണുന്നത് 3 പ്ലേറ്റുകൾ തമ്മിൽ 3 പ്ലേറ്റുകൾ അല്ലെ, ഈ 3 പ്ലേറ്റിലൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ബോൾട്ട് പോയേക്കുന്നത്.
അപ്പോ ഈ ബോൾട്ട് പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ബോൾട്ട് പോകുന്ന ഒരു ഏരിയ, ആ ഒരു ഏരിയ നമ്മൾ അതിന്റെ ഉള്ളില് ആ ഒരു ഹോളിന്റെ ഇൻസൈഡ് ഏരിയ ടോട്ടൽ എത്ര ഉണ്ടാവും? നമ്മളൊരു 10 സെന്റ് ഒറ്റ പ്ലേറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. ഒരു 10 mm കനമുള്ള ഒരു പ്ലേറ്റിനെ നമ്മൾ 3 mm ഡയമീറ്ററിലുള്ള ഒരു ഹോൾ ഉണ്ടാക്കിയാൽ ആ ഹോളിന്റെ ഇൻസൈഡ് ഏരിയ എത്ര ഉണ്ടാവും? ഓക്കെ, ഇനി അത് വിടൂ. അപ്പോ നമുക്ക് ബിയറിംഗ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ബിയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ബോൾട്ട് ഇറക്കി വെക്കുന്ന ഹോളിന്റെ, ആ ഹോളും ഈ ബോൾട്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ഗ്രിപ്പാണ്. ഓക്കെ, ഇനി അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡി ഇൻറ്റു ടി ആണ് വരുന്നത്. ഡി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ഇൻറ്റു ഡയമീറ്റർ, ആ ഹോളിന്റെ ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. ബിയറിംഗ് ഏരിയ അതാണ് വരിക. ഓക്കെ, ഡി ഇൻറ്റു ടി. അപ്പോ ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് എഫ് ബി ബൈ ഡി ഇൻറ്റു ടി എന്ന് പറയും. ഓക്കെ, എഫ് ബി ഈസ് ഫോഴ്സ് ഇൻ ബിയറിംഗ്, ഡി ഡയമീറ്റർ ഓഫ് ദ ഹോൾ, ടി തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. ഇതാണ് ബിയറിംഗ് സ്ട്രെസ്. നമ്മള് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ജോയിന്റിന്റെ ഒരു കണക്ഷന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രത്തോളം സ്ട്രെങ്ത് ആണല്ലോ, അതിന് എത്രത്തോളം ലോഡ് താങ്ങാൻ പറ്റും, ആ ഒരു ജോയിന്റിന് എത്രത്തോളം ലോഡ് താങ്ങാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു കണക്ഷന്റെ സ്ട്രെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായ രണ്ട് കാര്യങ്ങളാണ് ബിയറിംഗ് സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെസ്സും. ശരിക്കും മനസ്സിലാക്കുക. ഇനി എന്താണ് ഷിയറിംഗ് സ്ട്രെസ്? ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഈ രണ്ട് പ്ലേറ്റുകൾ ഇങ്ങോട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, ഈ ഒരു പ്ലേറ്റിൽ ഇങ്ങോട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ലോക്ക് ചെയ്തേക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് അല്ലേ. അപ്പോ ഇങ്ങനെ ഒരു ലോക്കിങ്ങും ട്രാൻസ്വേഴ്സ് ആയിട്ട് ലോഡും ആക്ട് ചെയ്യുക, നമ്മളൊരു ബീമിന്റെ കേസ് പോലെ തന്നെ. ഇങ്ങനെ ആവുമ്പോ ഇപ്പോ ഈ ഒരു പ്ലെയിനിൽ വെച്ചിട്ട് ഈ ഒരു പ്ലെയിനിലും വെച്ചിട്ട് ഈ ഒരു ബോൾട്ട് കട്ടായി ഷിയർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, തെന്നിപ്പോവാൻ. ഈ ഒരു പോർഷൻ അങ്ങോട്ടും ഈ രണ്ട് പീസുകൾ ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ട്. അതാണ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന, അതിന് കാരണമാകുന്ന സ്ട്രെസ്സുകളാണ് ഷിയറിംഗ് സ്ട്രെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, two equal and opposite forces when act tangentially to the resisting section, it will tend to shear off the body across section. ടാൻജൻഷ്യൽ ആയിട്ടാണ്. ഇപ്പോ ഇവിടെ ഈ ഒരു കണക്ഷൻ സ്റ്റേബിൾ ആവണമെങ്കിൽ ഈ രണ്ട് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. ഈ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലായിരിക്കാം, പക്ഷെ എന്തല്ല, രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്ന അതേ ഡയറക്ഷനിലല്ല ഈ ഒരു ഇക്വിലിബ്രിയം ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലെയിനിലും ഷിയർ ചെയ്ത് പോവാൻ ചാൻസുകൾ കൂടുതലാണ് അല്ലെ. ഇക്വിലിബ്രിയത്തിലാണെങ്കിലും എന്തല്ല, ലൈൻ ഓഫ് ആക്ഷൻ വ്യത്യാസമുള്ളത് കൊണ്ട് ഷിയറിംഗ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അവിടെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഷിയറിംഗ് പ്ലെയിൻ ഉണ്ടാവും, ഇവിടെ. ഓക്കെ, ഈ ഒരു കേസ് ഇവിടുത്തെ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് ഏരിയ. ഷിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് ബോൾട്ടിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഹോളിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. ബോൾട്ടിന്റെ നമ്മൾ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഹോളിന്റേതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് ഏരിയ. നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട്, ആർക്കും മനസ്സിലാവുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് എൻ്റയർലി പുതിയൊരു ടോപ്പിക്കാണ്, കോൺക്രീറ്റ് പോലെയല്ല. എന്തെങ്കിലും റിപ്ലൈ തരും, മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡിയാണ്. എനിവൺ, എല്ലാവരും പോയോ? ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വോയിസ് പറയാട്ടോ. വോയിസ് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം, കാരണം നിങ്ങളുടെ ചാറ്റ് ഞാൻ മൊബൈലിലാണ് വാച്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അതെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഗൂഗിൾ മീറ്റ് വെക്കുന്നത്. ഇന്ന് പിന്നെ ഒരു കാരണം ഞാൻ റെക്കോർഡ് ചെയ്ത് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഗൂഗിൾ മീറ്റ് വെക്കാനുള്ള ആദ്യത്തെ കാരണം.
പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഗൂഗിൾ മീറ്റ് വെക്കുമ്പോൾ ഒരു അവസരമായിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. ഏത് സ്റ്റീല് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് എത്തുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ക്ലാസ് തൊട്ടേ ഓൺലൈൻ തന്നെയല്ലേ. കാരണം ഇതൊരു എൻ്റയർലി നമ്മൾ പഠിച്ച ടോപ്പിക് എന്തൊക്കെ വ്യത്യാസമുണ്ട്, കോൺക്രീറ്റ് ആയിട്ട് ബന്ധമില്ല. മാത്രമല്ല പക്ഷെ നിങ്ങൾക്ക് പേടിക്കേണ്ട സബ്ജക്റ്റ് അല്ല ഇത്. കുറെ കോഡിൽ നിന്നൊക്കെ എടുക്കുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഡിമിസ്റ്റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എല്ലാം കോഡിൽ അതിന്റെ തിയറി അടക്കം നിങ്ങൾക്ക് ഉണ്ട്. കോഡിലെ പേജ് നമ്പർ മാത്രം നോക്കിയാൽ മതി. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂളായിട്ട് ഇരുന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ലോഡ് കോമ്പിനേഷൻ, അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നതാണ്. അതൊക്കെ ഡയറക്റ്റ് കോഡിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് അതിന്റെ സെന്റൻസ് പോലും അതുപോലെ കോപ്പി ചെയ്താലും നിങ്ങൾക്ക് എന്തില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് അലൗഡ് ആണ്. ഓക്കെ, അതുപോലെ കോപ്പി ചെയ്തിട്ട് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റീൽ സ്ട്രക്ചറിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീഡിയസ് ആണ്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഡിസൈൻ വരും. അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ വരും. പക്ഷെ നിങ്ങൾക്ക് അത്രയൊന്നുമില്ല, വളരെ ബേസിക്സ് മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് പാസ് ആവാം. അതിലെ ടേംസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുക. വേഗമായിട്ട് പഠിച്ചു പോകരുത്. ഓക്കെ, ദെൻ ക്ലിയർ അല്ലേ? അടുത്ത സെക്ഷൻ ആണ് ഇനി വരുന്നത്. ഷിയറിംഗ് സ്ട്രെസ്സും ബിയറിംഗ് സ്ട്രെസ്സും എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? കാരണം ഇതിന്റെ ബാലൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ കഴിയും. എന്താണ് ഷിയറിംഗും ബിയറിംഗും? ഓക്കെ, ഓക്കെ ആണ്. പിന്നെ നിങ്ങളുടെ സ്ലൈഡിന്റെ PDF ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ട്. ഏതെങ്കിലും ദിവസം ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നോട്ട് എഴുതിയിട്ട് കൂടെ പോകണം. പിന്നെ ഇപ്പോൾ ഞാൻ വളരെ കുറേശ്ശെയാണ് എടുക്കുന്നത്, കാരണം നിങ്ങൾ S5ന്റെ എക്സാം കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ 2 സബ്ജക്റ്റിലേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഞാനും ഐശ്വര്യ മിസ്സും മാത്രമേ ഉള്ളൂ. മിസ് ഇന്ന് ലീവാണ്. ഓക്കെ, നമുക്ക് പതുക്കെ തുടങ്ങാം. ഇത് ഫസ്റ്റ് മൊഡ്യൂൾ പെട്ടെന്ന് തീരും. ദെൻ ഇനി ഏതൊക്കെ ടൈപ്പ് ജോയിന്റ്സ് ഉണ്ട്? ജോയിന്റുകൾ, 2 പ്ലേറ്റുകൾ തമ്മിൽ ഏതൊക്കെ രീതിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും? നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ലാപ്പ് ജോയിന്റ് ആൻഡ് ബഡ് ജോയിന്റ് ആണ്. ലാപ്പ് ജോയിന്റ് ആൻഡ് ബഡ് ജോയിന്റ്. ഫസ്റ്റ് വൺ ലാപ്പ് ജോയിന്റ് എന്താണെന്ന് നോക്കാം. ലാപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ ആദ്യം ശ്രദ്ധിക്കുക, 2 പ്ലേറ്റുകൾ ഉണ്ട് നമുക്ക്. ഈ ഒരു പ്ലേറ്റും ഇതിന്റെ മുകളിൽ വേറെ പ്ലേറ്റും അല്ലേ? ഈ പ്ലേറ്റുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് ഇങ്ങനെ ബോൾട്ട് ചെയ്യുന്നതിനാണ് ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. രണ്ടും ലാപ്പ് ചെയ്യല്ലേ, ഒന്നിനെ ലാപ്പ് ചെയ്ത് നിർത്തിയിട്ട് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബോൾട്ട് ചെയ്യുന്നത്. ഇതിനാണ് ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇതേ കേസ് റിവറ്റിലും വരും. റിവറ്റിലും ലാപ്പ് ജോയിന്റ്സ് വരും. ഇനി ഇതിന്റെ തന്നെ കുറച്ച് കേസുകളുണ്ട്. സിംഗിൾ ബോൾട്ട് ലാപ്പ് ജോയിന്റും ഡബിൾ ബോൾട്ട് ലാപ്പ് ജോയിന്റ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിൽ ഒരു ബോൾട്ട് കൊടുക്കുമ്പോൾ സിംഗിൾ ബോൾട്ടും, 2 ബോൾട്ട് ആണ് ഒരു ജോയിന്റ് കൊടുക്കുന്നതെങ്കിൽ ഡബിൾ ബോൾട്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ 2 ലൈൻ ഓഫ് ഫോഴ്സുകൾ തമ്മിൽ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ജോയിന്റ് അത്ര എഫിഷ്യന്റ് അല്ല എന്ന് പറയും. അതിനുള്ള മെയിൻ റീസൺ, ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്, ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിങ് ഇൻ 2 ലൈൻ അല്ലെ, ഡിഫറെന്റ് ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഷിയർ ചെയ്യാൻ ഈ ഒരു പ്ലെയിനിൽ വിട്ട് അത് ഷിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു പ്ലെയിൻ നിങ്ങൾക്ക് ലേസർ പോയിന്റ് കാണുന്നുണ്ടാവും. ഈ ഒരു പ്ലെയിനിൽ ഷിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്ര എഫിഷ്യന്റ് അല്ല, സിമെട്രിക്കും അല്ല. ഓക്കെ, സിമെട്രിക് അല്ല, അല്ലെങ്കിൽ ഇതിന്റെ അത്ര എഫിഷ്യന്റ് അല്ല ഈ ഒരു ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. കാരണം ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് രണ്ടും ഡിഫറെന്റ് ലൈൻ. നമുക്കൊന്ന് നോക്കാം. 2 മെമ്പർ അല്ലെങ്കിൽ പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ബൈ ഓവർലാപ്പിംഗ് ഈച്ച് അതർ. ഒന്നൊന്നിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. ലീസ്റ്റ് എഫിഷ്യന്റ് ജോയിന്റ് ആസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ലോഡ്സ് ആർ നോട്ട് ദി സെയിം. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് രണ്ടും സെയിം അല്ലാത്തതുകൊണ്ട് ഏറ്റവും എഫിഷ്യൻസി കുറവുള്ള ജോയിന്റ് ആണ് ലാപ്പ് ജോയിന്റ്. ഇവിടെ സിംഗിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയറിംഗ്. എന്താണ് സിംഗിൾ ഷിയർ, എന്താണ് സിംഗിൾ ബിയറിംഗ്? നമ്മൾ ബിയറിംഗും ഷിയറും പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ സിംഗിൾ ബിയറിംഗ്? ഒരു ബിയറിംഗ് പ്ലെയിൻ ഉള്ളൂ അല്ലെ, ഒരൊറ്റ ബോൾട്ടേ ഉള്ളൂ അല്ലെ, അല്ലെങ്കിൽ എല്ലാ കേസിലും സിംഗിൾ ബിയറിംഗ് പ്ലെയിന് ഒന്നേ ഉള്ളൂ. എനിവേ ഒരു ബോൾട്ടിന്റെ കൺസിഡർ ചെയ്യും. ഇനി ഈ ഒരു ബോൾട്ടിൽ തന്നെ നമ്മൾ ഒരു ബോൾട്ടിന്റെ കാര്യമാണ് പറയാം. ഇനിയിപ്പോ നമ്പർ ഓഫ് ബോൾട്ട്സ് ഉണ്ടെങ്കിലും
നമ്മൾ സിംഗിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയർ എന്നൊക്കെ പറയാം ഒരു ബോൾട്ടിനെ കൺസിഡർ ചെയ്തിട്ടാണ്. ഇനി ഈ ഒരു ബോൾട്ടിൽ ബിയറിംഗ് പ്ലെയിൻ എത്ര, ഷിയറിംഗ് പ്ലെയിൻ എത്രയുണ്ട്? ഈ ഒരു പ്ലെയിനിലാണ് ഇത് ഷിയർ ചെയ്യാൻ ചാൻസ് ഉള്ളത് അല്ലെ. ഈ ഒരു പ്ലെയിൻ ഇതിവിടെ ഷിയർ ചെയ്ത് പോയിട്ട് ഇൻ കേസ് നമ്മുടെ വരുന്ന ഷിയർ സ്ട്രെസ്, അങ്ങനെ തന്നെ പറയുന്നത്, വരുന്ന ഷിയർ സ്ട്രെസ് ഈ ബോൾട്ടിന് താങ്ങാൻ പറ്റാവുന്ന ഒരു ഷിയർ സ്ട്രെസ്സിനേക്കാളും അധികമായാൽ, അങ്ങനെയാണല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ്, അതിനൊക്കെ താഴെ നിൽക്കണം എന്നുള്ള കേസിൽ ഡിസൈൻ ചെയ്യും. ഇൻ കേസ് നമ്മുടെ ഡിസൈൻ ഫെയിൽ ആയി, നമ്മളെ ബോൾട്ടിന് താങ്ങാൻ പറ്റുന്ന ഒരു 1.5 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഷിയർ സ്ട്രെസ് അതിന് താങ്ങാൻ പറ്റും. പക്ഷെ നമ്മുടെ ലോഡ് കൊടുത്ത് അധികമായത് കാരണം 1.8 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഷിയർ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഈ ഒരു പ്ലെയിനിൽ വെച്ചിട്ട് ടിയർ ഓഫ് ചെയ്യും. ഈ ബോൾട്ട് ഇവിടെ വെച്ച് കട്ടാവും. ഇത് ഈ പീസ് അങ്ങോട്ടും ഈ പീസ് ഇങ്ങോട്ടും പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതാണ് അതിന്റെ ഷിയറിംഗ് പ്ലെയിൻ. അപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ഉള്ളത് കൊണ്ട് സിംഗിൾ ഷിയർ, ബിയറിംഗ് നമുക്ക് ഒരു പ്ലെയിൻ തന്നെ ഉള്ളത് അതുകൊണ്ട് സിംഗിൾ ബിയറിംഗ്. സിംഗിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. എത്ര പ്ലെയിൻ, ഒരു ബോൾട്ടിൽ എത്ര പ്ലെയിനുകൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതാണ് ലാബ് ജോയിൻ. ലാബ് ജോയിൻ എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റുകൾ ഒന്നൊന്നിന് മുകളിലായിട്ട് വെക്കുന്നതാണ് ലാബ് ജോയിൻ. ഓക്കെ, ഇനി ബട്ട് ജോയിൻസ് ആണ്. ബട്ട് ജോയിൻസ് ആണ്. ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് മേജർ ആയിട്ട്, സിംഗിൾ കവർ ബട്ട് ജോയിന്റ് ആൻഡ് ഡബിൾ കവർ ബട്ട് ജോയിന്റ്. എന്താണ് ഇവ തമ്മിൽ വ്യത്യാസം നോക്കാം. ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റുകൾ ഒന്നൊന്നിന് ടച്ച് ചെയ്ത് നിർത്തുന്നു, ഒരേ ലൈനിൽ നിർത്തിയിട്ട് അതിന്റെ മുകളിൽ ഒരു എക്സ്ട്രാ പ്ലേറ്റ് വെച്ച് ജോയിൻ ചെയ്യിക്കുന്നതിനാണ് ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. ബട്ട് ജോയിന്റ് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യേണ്ട രണ്ട് മെമ്പേഴ്സും തമ്മിൽ ഒരേ ലൈനിലാണ് വെക്കുക. ഈ പിക്ചറിൽ കാണിച്ച പോലെ, ഈ പിക്ചറിൽ താഴെ കാണുന്ന ഈ ഷെയ്ഡില്ലേ, ഈ രണ്ട് പ്ലേറ്റ് മെമ്പേഴ്സ് ആണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് അല്ലെ. ഇവ രണ്ടും ഒന്നൊന്നിനോട് മുട്ടിച്ച് വെച്ച് അതിന്റെ മുകളിൽ വേറെ എക്സ്ട്രാ ചെറിയ പ്ലേറ്റ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇനി എന്താണ് സിംഗിൾ കവർ ബട്ട് ജോയിന്റും ഡബിൾ കവർ ബട്ട് ജോയിന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഒരു സൈഡിൽ മാത്രം ഒരു പ്ലേറ്റ് വെക്കുകയാണെങ്കിൽ അത് സിംഗിൾ കവറും, ബോത്ത് സൈഡ് അപ്പ് ആൻഡ് ഡൗൺ, ബോട്ടം ആൻഡ് ടോപ്പിൽ നമ്മൾ ഓരോ പ്ലേറ്റുകൾ വെക്കുകയാണെങ്കിൽ അത് ഡബിൾ കവർ ബട്ട് ജോയിന്റും എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണപ്പെടുന്നത് സിംഗിൾ കവർ ആണ്. നെക്സ്റ്റ് പിക്ചർ നോക്കി കഴിഞ്ഞാൽ അല്ലേ, ഡബിൾ കവർ ബട്ട് ജോയിന്റ്സ് കാണാം. രണ്ട് മേലും താഴെയും ഓരോ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻസ് നോക്കാം. ടു മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ബൈ പ്ലേസിംഗ് എ പ്ലേറ്റ് എബോവ് ഇറ്റ്. എബോവ് അല്ലെങ്കിൽ ബിലോ ആവാം, നമ്മൾ ഡയഗ്രാം ബേസിലാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ തൊട്ട് മുകളിൽ ചെറിയൊരു പ്ലേറ്റ് വെച്ച് എന്നിട്ട് ആ പ്ലേറ്റ് അടക്കാൻ ഡ്രിൽ ചെയ്യുന്നു അല്ലേ. ഡ്രിൽ ചെയ്ത് ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കാണിച്ചിരുന്ന റിവെറ്റിംഗ് ആണ്, ബോൾട്ടിംഗ് അല്ല. ഓക്കെ, പിക്ചറിൽ കാണിച്ച റിവെറ്റ് ആണ്. എനിവേ ഇതേ കേസിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഹോളിൽ ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംഗിൾ കവർ ബട്ട് ജോയിന്റ് ബോൾട്ടഡ് കണക്ഷൻ ആയി അല്ലേ. ഓക്കെ, ഇവിടെ എഫിഷ്യന്റ് ആണ് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മോർ എഫിഷ്യന്റ് ജോയിൻ ആസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ലോഡ്സ് ആർ സെയിം. ലോഡിന്റെ ഈ ഒരു പ്ലേറ്റിൽ വരുന്ന ലോഡ് ഇങ്ങോട്ടും ഈ പ്ലേറ്റിൽ വരുന്ന ലോഡ് ഇങ്ങോട്ടും ആണെന്നിരിക്കുക. ടെൻഷൻ മെമ്പർ ആണെങ്കിൽ, കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടും വരും. എനിവേ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിനിൽ, ഈ ലൈനിലാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ഈ താഴെയുള്ള പ്ലേറ്റിന്റെ ലൈനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയതുകൊണ്ട് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആണ്. ബട്ട് ദിസ് കണക്ഷൻ ഈസ് നോട്ട് സിമെട്രിക്കൽ. സിമെട്രിക്കൽ അല്ല, കാരണം ഇതിന്റെ ഒരു സൈഡിൽ മാത്രമേ എന്തുള്ളൂ, നമ്മുടെ പ്ലേറ്റ്, കവർ പ്ലേറ്റ് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് സിമെട്രിക്കൽ അല്ല. ഇവിടെയും ഒരു ജോയിന്റ് എടുക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു സൈഡ് എടുക്കുക, ഒരു ബോൾട്ടിൽ സിംഗിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയറിംഗ് തന്നെയാണ്. ഒരു ബോൾട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് അല്ലെ, ഇവിടെ ഒരു സിംഗിൾ ഷിയർ തന്നെ ഉള്ളൂ, ഒരു സിംഗിൾ ബിയറിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു സിംഗിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയർ എന്ന് പറയുന്നത് ഒരു ബോൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതാണ് സിംഗിൾ കവർ ബട്ട് ജോയിന്റ്. സിംഗിൾ കവർ ബട്ട് ജോയിന്റ്. ഓക്കെ, അപ്പോ these connections are not symmetrical and more efficient join as the line of action of the loads are the same. Single shear and single bearing. ഇനി ഡബിൾ കവർ ബട്ട് ജോയിന്റ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവും, മുകളിലും താഴെ എന്തുണ്ട്, സാൻഡ്വിച്ച് ചെയ്ത പോലെ രണ്ട് പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്, കണക്ഷൻ സിമെട്രിക്കൽ ആണ്. മുകളിലും താഴെയും വരുന്നതുകൊണ്ട് കണക്ഷൻ സിമെട്രിക്കൽ ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി എഫിഷ്യൻസി കൂടി, സിമെട്രി കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി എഫിഷ്യന്റ് ആണ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ലോഡ് സെയിം ആണ്, അതായത് എക്സെൻട്രിസിറ്റി ഇല്ല എന്നർത്ഥം. വേറെ വേർഡിങ്സിൽ പറഞ്ഞു, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഇൻ സെയിം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എക്സെൻട്രിസിറ്റി ഇല്ല. രണ്ട് ലൈൻ ഡിഫറെന്റ് ആകുമ്പോഴാണ് എക്സെൻട്രിക് വരുന്നത്. ഓക്കെ, അത് വേറെ ഒരു സെന്റൻസിൽ പറഞ്ഞു തന്നു.
ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വ്യത്യാസം വരുന്നത്. സിമ്മട്രി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോൾട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലെയിനും ഉണ്ട് ഷിയർ ചെയ്ത് പോകാനുള്ള ചാൻസ്, ഈ ഒരു പ്ലെയിനും അല്ലെ, രണ്ട് പ്ലെയിനും നമ്മുടെ മെയിൻ മെമ്പറിന്റെ മുകളിലും താഴെയും ഷിയർ ഓഫ് ചെയ്ത് പോകാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡബിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയറിംഗ്, ഡബിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയറിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഡബിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയറിംഗ്. ഇവിടെ ഷിയറിംഗ് പ്ലെയിൻ ഏതൊക്കെയാണ്? ഒന്ന് ഈ ഒരു പ്ലെയിനും പിന്നെ തൊട്ട് താഴെയുള്ള ഈ ഒരു പ്ലെയിനും. അങ്ങനെ രണ്ട് ഷിയറിംഗ് പ്ലെയിൻ ഉണ്ട്, ഒരു ബിയറിംഗ് പ്ലെയിൻ. ബിയറിംഗ് പ്ലെയിൻ നോർമലി ഒരു ബിയറിംഗ് പ്ലെയിൻ ആണ് വരിക. നമ്മളത് പറയുമ്പോൾ അങ്ങനെ പറയാന്ന് മാത്രം. ഡബിൾ ഷിയർ ആൻഡ് സിംഗിൾ ബിയർ. ഓക്കെ, ഇത്രയാണ് ടൈപ്പ് ഓഫ് ജോയിന്റ്സിൽ പറയാനുള്ളത്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. തിങ്കളാഴ്ച. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം. നമുക്ക് ഈ ടേംസ് ഒക്കെ നമുക്കിപ്പോ ഒരു ജംഗ്ഷന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജംഗ്ഷൻ താങ്ങാൻ പറ്റാവുന്ന മാക്സിമം ലോഡ് അല്ലെ, അതിന്റെ സ്ട്രെങ്ത്. അതാണ് നമുക്കിനി ഈ ഒരു മൊഡ്യൂളിൽ മേജർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതിൽ ബോൾട്ടിന്റെയും വെൽഡിന്റെയും കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ വെൽഡ് കണക്ഷന്റെ ഡിസൈനും. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ സിംഗിൾ കവർ ബട്ട് ജോയിന്റ്, ഡബിൾ കവർ ബട്ട് ജോയിന്റ്, പിച്ച്, എഡ്ജ് ഡിസ്റ്റൻസ്, ഗോയിജ്, എൻഡ് ഡിസ്റ്റൻസ്, ഇതൊക്കെ നമുക്ക് ഇനി ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതിനാണ് ഇത് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് വെച്ചത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ നിങ്ങളിപ്പോ ടെക്സ്റ്റ് ബുക്ക് ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഏതാണ് ഫോളോ ചെയ്യുന്നത്? എന്തെങ്കിലും SD2-ന്, SD1-നെ ഒക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? നിങ്ങള് SD1-ന് എല്ലാവരും കോഡ് വാങ്ങിച്ചോ? IS456-ഉം SP16-ഉം കോഡ് വാങ്ങിച്ചോ? കോഡ് എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം കേട്ടോ. നിങ്ങൾക്ക് കോഡ് എന്ന് പറയുന്ന സാധനം ഒരു യൂസ്ഫുൾ ആണ്.